ഇന്ത്യക്ക് വിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ജൂതന്മാരെ ജർമ്മനിയിൽ നിന്നും ഓരോ അപവാദങ്ങളും നുണകളും പറഞ്ഞ് എങ്ങനെയാണോ പുറത്താക്കിയത്, അതുപോലെ ഇന്ത്യയിൽ നിന്നും മുസ്ലിങ്ങളെ കെട്ടുകെട്ടിക്കുക എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ഇസ്ലാമോഫോബുകളായിട്ടുള്ള ആളുകൾ, സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹദീസാണ് ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഹദീസ്. അഥവാ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവുമെന്നും ആ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ആളുകളെ പുകഴ്ത്തിക്കൊണ്ടുമുള്ള ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിമർശനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ അതിൻ്റെ കറക്റ്റ് അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ഹദീസിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ആധുനിക ജനാധിപത്യ മതേതര ഇന്ത്യയോട് മുസ്ലിങ്ങൾ എതിരല്ല എന്നും അതിനോട് യുദ്ധം ചെയ്യുന്നത് ഇസ്ലാമികമായി യാതൊരു വിധത്തിലും ഹദീസുകളിൽ ഒന്നും അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒന്നുമില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയോടുള്ള യുദ്ധം എന്ന് പറയുന്ന ഈ ഹദീസ് എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്? അത് ആധുനിക ജനാധിപത്യ മതേതരത്വ ഇന്ത്യയോട് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല ഈ ഹദീസ് ഒന്നും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചില പോയിന്റുകളിലൂടെ നമ്മൾക്ക് വിശദീകരിക്കാം. ഒന്നാമതായി, ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ അത് ഏത് ഇന്ത്യയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ആ വാചകം ഹിന്ദ് അൽ ഹിന്ദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ആധുനിക ജനാധിപത്യ മതേതരത്വ ഇന്ത്യ അല്ല എന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ അനുചരന്മാരുടെയും കാലഘട്ടത്തിൽ ഹിന്ദ് എന്ന് അവർ പറയുമ്പോൾ അവർ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് ബസ്ര എന്ന് പറയുന്ന സിറ്റിയാണ്, ബസ്ര എന്ന് പറയുന്ന നാടാണ് എന്ന് എല്ലാ മുസ്ലിം ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും, ഇനി മുസ്ലിങ്ങളുടേതല്ലാത്ത തന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബസ്ര എന്ന് പറയുന്ന സ്ഥലം ഏതാണ്? ഇന്ന് ആധുനിക ഇറാഖിലുള്ള ഒരു പട്ടണം, പൗരാണിക സ്ഥലമാണ്, പൗരാണിക പട്ടണമാണ് ബസ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇറാഖിലുള്ള സ്ഥലത്തെയാണ് അവർ ഹിന്ദ് എന്ന് വിളിച്ചത്. അതിനോട് യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയാണ് ഹദീസിലുള്ളത്. അതല്ലാതെ നമ്മളുടെ നാടിനോട്, നമ്മളുടെ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നതിനെ പറ്റി, പ്രത്യേകിച്ചും ആധുനിക ജനാധിപത്യ മതേതരത്വ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയല്ല ഹദീസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, പൗരാണിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം പോരാളികൾ ഹിന്ദ് എന്ന് വിളിച്ചിരുന്നത് ബസ്രയാണ് എന്ന് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിലും ചരിത്ര രേഖകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങളല്ല. അതും ഇപ്പോൾ നമ്മളിങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി, ദുർവ്യാഖ്യാനിച്ചത് ഇന്ത്യ അല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രചിച്ചുണ്ടാക്കിയ ഗ്രന്ഥങ്ങളും അല്ല. നേരെ മറിച്ച് 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ, പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ഒരു നൂറ്റാണ്ടിനിടയിലും അതുപോലെ തന്നെ 5 നൂറ്റാണ്ടുകൾക്കിടയിലുള്ള പൗരാണികരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും, ഈ ആധുനികരായ മുസ്ലിം പണ്ഡിതന്മാരൊന്നുമല്ല, നേരെ മറിച്ച് പൗരാണികരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും ഇത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊക്കെ ഗ്രന്ഥങ്ങളിലാണ്, മുസ്ലിം ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ ബസ്രയാണ് യഥാർത്ഥത്തിൽ, ഇറാഖിലെ ബസ്രയാണ് ഹിന്ദ്, ഇന്ത്യ എന്ന് പറയുന്നത് എന്ന് പറയുന്ന തെളിവുകൾ നമുക്ക് ഓരോന്നോരോന്നായി ഇവിടെ കാണാം. ഇബ്നു റജബിന്റെ മജ്മു റസായിലു ഇബ്നു റജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 3-ാം വാള്യം 205-ാമത്തെ പേജിൽ പറയാണ്, പൂർവ്വകാല മുസ്ലിങ്ങൾ ബസ്രക്ക് ഹിന്ദ് എന്നായിരുന്നു പേര് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇബ്നു ഖൽദൂന്റെ താരീഖ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2-ാം വാള്യം 507-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, ബസ്രക്കടുത്തുള്ള ഉബുല്ല എന്ന സ്ഥലത്തെ ഇന്ത്യൻ പുൽത്തകിടി മറജുൽ ഹിന്ദ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. മുസ്നദ് അഹമ്മദ് 490, ദലായിലുൻ നുബുവ, ബൈഹക്കിയുടെ ദലായിലുൻ നുബുവ എന്ന് പറയുന്ന ഗ്രന്ഥം 6-ാം വാള്യം 387-ാമത്തെ പേജ്, ജാമിയുൽ മസാനിദ് എന്ന് പറയുന്ന ഗ്രന്ഥം 2-ാം വാള്യം 389-ാമത്തെ പേജ്, അൽ ജിഹാദ് ഇബ്നു അബി ആസിമിന്റെ അൽ ജിഹാദ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ 2-ാം വാള്യം 666-ാമത്തെ പേജ്, മജ്മു അൽ കബീർ എന്ന് പറയുന്ന തൊബറാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ പിന്നെ അവരുടെയൊക്കെ മരണ തീയതിയും കൂടി നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ മരണ തീയതി കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പൗരാണികരായ പണ്ഡിതന്മാരാണ്. ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ, ഇസ്ലാമിക സാമ്രാജ്യം ലോകത്ത് വിശാലമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അല്ലാതെ ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ, ആധുനിക മുസ്ലിങ്ങൾ എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിമർശനങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ വാദങ്ങളോ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ കാലഘട്ടം കൂടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പൂർവികരായ പണ്ഡിതന്മാർ, പൗരാണികരായ പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്. അതുപോലെ തന്നെ മുഅ്ജമുൽ ഔസത്ത് 8-ാം വാള്യം 277-ാമത്തെ പേജ്, അൽ മഅരിഫത്തു വ താരീഖ് എന്ന് പറയുന്ന ഫസ്രിയുടെ ഗ്രന്ഥം 3-ാം വാള്യം 115-ാമത്തെ പേജ്, അൽ മുത്തഫഖു വൽ മുഖ്തറഖു എന്ന് പറയുന്ന ഗ്രന്ഥം 3-ാം വാള്യം, അതുപോലെ തന്നെ താരീഖു ദിമഷ്ക്, ഇബ്നു അസാക്കിറിന്റെ താരീഖു ദിമഷ്ക് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം, ചരിത്രകാരനായ മസ്ഊദി, അദ്ദേഹമൊക്കെ മരണം 346 ഹിജ്രി. അർദുൽ ഹിന്ദ് എന്നാണ് ബസ്ര എന്ന് പറയുന്ന സ്ഥലത്തെ, ബസ്ര എന്ന് പറയുന്ന സിറ്റി അർദുൽ ഹിന്ദ്, ഇന്ത്യൻ ഭൂമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് വെളുത്ത പാറകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഒരു ഭൂമിയായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ താരീഖിൽ കാണാം. താരീഖ് തൊബരിയിൽ ഇത് കാണാം. മസ്ഊദി മാത്രമല്ല, തൊബരിയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം. അബു യൂസുഫ് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥകാരൻ, അബു യൂസുഫ് എന്ന് പറഞ്ഞാൽ മരണം 182 എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് ശേഷം 182-ാമത്തെ വർഷം
ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ജീവിച്ച് മരിച്ചു പോയ പണ്ഡിതൻ. ഇപ്പോൾ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്ന അല്ലെങ്കിൽ ആധുനികരായ ഒരു പണ്ഡിതനൊന്നുമല്ല. നേരെമറിച്ച് മുഹമ്മദ് നബിയുടെ ഏകദേശം സ്വഹാബികളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ താബികളുടെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച് മരിച്ചുപോയ പണ്ഡിതന്മാർ തന്നെ പറയുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബസ്രയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇബ്നു സഅദിന്റെ തൊബക്കാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബസ്രയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ദാരിമി അൽ ബുസ്തി അദ്ദേഹത്തിന്റെ അസീറത്തു നബവിയ വ അഖ്ബാരിൽ ഖുലഫ എന്ന് പറയുന്ന ഗ്രന്ഥം, മുത്തഹിർ ഇബ്നു ത്വാഹിർ അൽ മഖ്ദസി ഇവരുടെയൊക്കെ മരണം തീയതിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അൽ ബദഉ താരിഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഇബ്നുൽ അസീറിന്റെ അൽ കാമിൽ ഫി താരിഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, ദഹബിയുടെ സിയറു ആലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥം, ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥം, ഇങ്ങനെ ഇബ്നുൽ വർദിയുടെ താരിഖ്, ഇതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, താജുൽ ഉറൂസ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഉംദത്തുൽ കാരി എന്ന് പറയുന്ന ഗ്രന്ഥം, ഇങ്ങനെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒക്കെ ഗ്രന്ഥത്തിൽ പറയുന്നു ബസ്രയായിരുന്നു മുസ്ലിങ്ങൾ, പൗരാണിക മുസ്ലിങ്ങൾ ഇന്ത്യ എന്ന് പറയും, അർദുൽ ഹിന്ദ്, മുറൂജുൽ ഹിന്ദ് എന്നൊക്കെ പറയുന്നത് അവർ ഇന്ത്യ എന്ന് വിളിച്ചിരുന്നത് ബസ്രയായിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യുമെന്ന് മുഹമ്മദ് നബി പറയുമ്പോൾ ആ പൗരാണിക കാലഘട്ടത്തിലെ ജോഗ്രഫിയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ എത്ര രാജ്യങ്ങൾ പലതായിട്ട് മാറി. ഇപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ നമ്മൾ എടുത്തു നോക്കൂ, ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഇന്ത്യ ആണോ ഇന്നത്തെ ഇന്ത്യ? അന്നത്തെ ഇന്ത്യ 4-5 രാജ്യങ്ങളായി പിളർന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഇങ്ങനെ എത്ര രാജ്യങ്ങൾ ആയിക്കൊണ്ട് നമ്മളുടെ രാജ്യം കാലാന്തരങ്ങളിൽ വിഭജിക്കപ്പെട്ടു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യാമെന്ന് പൗരാണികനായ ഒരു മനുഷ്യൻ പറയുമ്പോൾ, അല്ലെങ്കിൽ പൗരാണിക കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ആധുനിക ജനാധിപത്യ മതേതരത്വ ഇന്ത്യയല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ അവിടെ അവരുദ്ദേശിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഉദ്ദേശിച്ചിരുന്നു, അവർ മനസ്സിലാക്കിയതും അവർ പറഞ്ഞിരുന്നതും ഒക്കെ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നത് ബസ്രയെ പറ്റിയിട്ടാണ്. അത് ഇറാഖിലാണ്. അപ്പോൾ ഇറാഖിനോട് യുദ്ധം ചെയ്യുമെന്നാണ് ആ പറഞ്ഞത്. ഇറാഖിനോട് എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു? ഇറാഖിൽ സാസാനിയൻ ഭരണകൂടം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്, പേർഷ്യൻ ഭരണകൂടം നിലനിന്നിരുന്ന കാലഘട്ടം. പേർഷ്യൻ ഭരണകൂടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ചരിത്രത്തിൽ അല്പമെങ്കിലും ജ്ഞാനമുള്ള അല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം പേർഷ്യൻ ചക്രവർത്തിമാരുടെ ക്രൂരതകൾ, അവരുടെ സ്വേച്ഛാധിപത്യപരമായ ആക്രമണങ്ങളൊക്കെ ഇന്ന് സിനിമകളിൽ പോലും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിക്രൂരമായിക്കൊണ്ട് രാജ്യങ്ങളെ പിടിച്ചടക്കുകയും അവിടുത്തെ ആളുകളെ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന പേർഷ്യൻ ചക്രവർത്തിമാരെ പറ്റി ഇന്ന് പല റോമൻ കൾച്ചറിൽ, റോമൻ പശ്ചാത്തലമുള്ള വ്യക്തികളുടെ സിനിമകൾ പോലും നമ്മളുടെ നാട്ടിൽ നിലവിലുണ്ട്. പേർഷ്യൻ സാസാനിയൻ ചക്രവർത്തിയായ ഒരു ചക്രവർത്തിയുടെ തന്നെ കഥ നമ്മൾ ചരിത്രത്തിലൂടെ കണ്ണോടിച്ച് നോക്കിയാൽ എന്തായിരുന്നു സാസാനിയൻ പേർഷ്യൻ ഭരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷാഹ്പൂർ രണ്ടാമൻ എന്ന് പറയുന്ന സാസാനിയൻ പേർഷ്യൻ ചക്രവർത്തിയെ തന്നെ എടുക്കുക. അദ്ദേഹത്തെ പറ്റിയിട്ട് ചരിത്രത്തിൽ പറയുന്ന നോക്കൂ, പേർഷ്യൻ ഗൾഫ് മുറിച്ചു കടന്ന് ബഹ്റൈൻ, ഖത്തർ എന്നീ പ്രദേശങ്ങളും തമീം, ബക്കർ, വായിൽ, അബ്ദുൽ കൈസ് തുടങ്ങിയ ഗോത്രങ്ങളുടെ വാസസ്ഥലങ്ങളും ഹജറും ആക്രമിച്ചു. അതുപോലെ തന്നെ ഒട്ടുമിക്ക ഗോത്രവർഗ്ഗക്കാരെയും കശാപ്പ് ചെയ്യുന്നതിന് പുറമെ അറബികൾക്ക് വെള്ളം കിട്ടാതിരിക്കാൻ ജലസ്രോതസ്സുകൾ മണ്ണിട്ട് മൂടി. തുടർന്ന് കിഴക്കൻ അറേബ്യയിലും സിറിയയിലും ആക്രമണം അഴിച്ചുവിടുകയും യമാമ, ബക്കർ, തഗ്ലബ് നഗരങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചു. ഇങ്ങനെ ഇഞ്ചിഞ്ചായി മനുഷ്യന്മാരെ കൊന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു പേർഷ്യൻ ചക്രവർത്തിയായ ഷാഹ്പൂർ രണ്ടാമൻ എന്ന് മുസ്ലിം സ്രോതസ്സുകളിൽ നോക്കുമ്പോൾ അവർ നേരിട്ട ആക്രമണങ്ങളെ പറ്റി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇനി നമ്മൾ അമുസ്ലിം സ്രോതസ്സുകളിലേക്ക് പോകുകയാണെങ്കിൽ ഷാഹ്പൂർ രണ്ടാമൻ എന്ന് പറയുന്ന ഷാഹ്പൂർ രണ്ടാമൻ്റെ ഭരണകാലത്ത് സാസാനിയൻ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികൾ നേരിട്ടിരുന്ന വൻ കൊടും പീഡനങ്ങളുടെ കഥകൾ അർമാനിയൻ സ്രോതസ്സുകൾ നോക്കുമ്പോൾ, ക്രിസ്ത്യൻ സ്രോതസ്സുകൾ നോക്കുമ്പോൾ നമ്മൾ അവിടെയും കാണുന്നുണ്ട്. അപ്പോൾ സ്വന്തം മതമില്ലാത്ത, സ്വന്തം സംസ്കാരമില്ലാത്ത ആരെയും ജീവനോടെ നിലനിൽക്കാൻ അനുവദിക്കാത്ത എല്ലാവരെയും കശാപ്പ് ചെയ്ത് എല്ലാ രാജ്യങ്ങളും തട്ടിയെടുത്ത് അവിടെയൊക്കെ അവരുടെ ഭരണവും അതുപോലെ തന്നെ സാമ്രാജ്യവും അടിച്ചമർത്തുകയും അവരുടെ മതമല്ലാത്തവരെ എല്ലാവരെയും, ആദർശമല്ലാത്ത, കൾച്ചറല്ലാത്ത എല്ലാവരെയും കൊല്ലുകയും ചെയ്തിരുന്ന ആളാണ് ഈ പേർഷ്യൻ ചക്രവർത്തി എന്ന് ക്രിസ്ത്യാനികളുടെ സ്രോതസ്സിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഷാഹ്പൂർ രണ്ടാമൻ്റെ വേട്ടക്കിരയായ പ്രശസ്ത ക്രിസ്ത്യൻ രക്തസാക്ഷികളുടെ പേരുകളിൽ അയാളുടെ പ്രധാന കരകൗശല തൊഴിലാളിയായ പുസൈ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കാണാം. അദ്ദേഹത്തിന്റെ മകൾ മാർത്ത, തെക്ല, ദാനക്, ബൗത്ത എന്നിവരും ഉൾപ്പെടുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ സാൻ, മാമ, മെയ്സക്യ, അന്ന, അബ്യത്ത്, സാത്തായ്, മെസക്കി എന്നിങ്ങനെ മറ്റു ഒരുപാട് രക്തസാക്ഷികളും അവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ക്രിസ്ത്യൻ പഠനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോസോമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗരാണിക റോമൻ ലോയറും നിയമജ്ഞനും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചിന്റെ ചരിത്രകാരനുമായിരുന്ന പ്രശസ്തനായ സോസോമന്റെ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അഥവാ സഭാചരിത്രം അടങ്ങുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പേർഷ്യൻ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. സ്ത്രീകളെ പോലും വെറുതെ വിടാതെ എല്ലാവരെയും കൊന്നൊടുക്കുകയായിരുന്നു ഷാഹ്പൂർ ചെയ്തിരുന്നത്. ഷാഹ്പൂർ രണ്ടാമൻ്റെ കീഴിൽ രക്തസാക്ഷികളായ പേർഷ്യൻ ക്രിസ്ത്യാനികളെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് ഈ കാലയളവിൽ രക്തസാക്ഷികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പേരുകളിൽ സ്ഥിരീകരിക്കപ്പെടുന്നവരുടെ എണ്ണം 16,000-ലധികമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ 16,000-ഓളം വരുന്ന ക്രിസ്ത്യാനികളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും കൊന്ന വ്യക്തിയാണ് ഷാഹ്പൂർ രണ്ടാമൻ എന്ന് പറയുന്ന പേർഷ്യൻ ചക്രവർത്തി. ഈ കാലയളവിൽ പേരറിയാത്ത രക്തസാക്ഷികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളും വേറെയും ഉണ്ട്. അത് 10,000-കണക്കിന് എണ്ണം അതും ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും.
A.B. വില്യംസിന്റെ സൊറാസ്ട്രിയൻസ് ആൻഡ് ക്രിസ്ത്യൻസ് ഇൻ സാസാനിയൻ ഇറാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സൊറാസ്ട്രിയൻ ആദർശം സ്വീകരിച്ചിരുന്ന പേർഷ്യൻ ചക്രവർത്തിമാർ അതല്ലാത്ത ആദർശങ്ങളൊന്നും വകവെച്ചിരുന്നില്ല എന്നും അവരുടെ ഭരണകൂടത്തിനെതിരായി നിൽക്കുന്ന റോമൻ കൾച്ചർ ഉൾക്കൊള്ളുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നതുകൊണ്ടും പേർഷ്യക്കാർക്ക് പ്രത്യേകം ക്രിസ്ത്യാനികളോട് ദേഷ്യമുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പേരിൽ പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ പെണ്ണുങ്ങളെ അടക്കം അരുംകൊല ചെയ്യുകയും രക്തമൊഴുക്കുകയും ചെയ്ത ചക്രവർത്തിമാരാണ് അവർ എന്നും ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. യഹൂദരും ബുദ്ധമതക്കാരും ബ്രാഹ്മണരും ആയിട്ടുള്ള അരാമിക് ഭാഷ സംസാരിക്കുന്നവരും എല്ലാവരെയും ഒന്നടങ്കം കശാപ്പ് ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു സൊറാസ്ട്രിയൻ ആദർശത്തിൻ്റെ പേരിൽ, സൊറാസ്ട്രിയൻ മതത്തിൻ്റെ പേരിൽ ഈ മതങ്ങളെയൊക്കെ തന്നെയും പീഡിപ്പിച്ചിരുന്ന വ്യക്തികളായിരുന്നു പേർഷ്യൻ ചക്രവർത്തിമാർ എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പ്രസ് ഇറക്കിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും മേരി ബോയ്സിന്റെ ടെക്സ്റ്റൽ സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന ഗ്രന്ഥം, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാസാനിയൻ പേർഷ്യൻ ചക്രവർത്തിമാർ അതുപോലെ തന്നെ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ആദർശ സഹിഷ്ണുതയും ഇല്ലാത്ത സ്വേച്ഛാധിപതി ഡിക്റ്റേറ്റർഷിപ്പ് വളരെയധികം അടിച്ചമർത്തുകയും ജനങ്ങളെ അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും മറ്റു മതങ്ങളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തികളെ കശാപ്പ് ചെയ്യുകയും ചെയ്തിരുന്ന കിരാതമായ ഭരണത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങൾ, ഒരു മുസ്ലിം വിഭാഗം ഉണ്ടാകും, അവരെ പുകഴ്ത്തിക്കൊണ്ട് പ്രവാചകൻ സംസാരിച്ചു എന്നതാണ് ഈ ഹദീസിന്റെ ചുരുക്കം. അപ്പോൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്വത്തെ ഈ കിരാതമായ വാഴ്ചയ്ക്കെതിരെ സംസാരിക്കുകയും അതിനെതിരെ മുന്നോട്ട് വരികയും ചെയ്ത മുസ്ലിങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർ എന്ന് പറഞ്ഞത്. അതല്ലാതെ പിന്നെ ഇന്ത്യ, നമ്മളുടെ ആധുനിക ജനാധിപത്യ മതേതരത്തെ ഇന്ത്യയല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അന്ന് ബസറയെയാണ് ഇന്ത്യ എന്ന് വിളിച്ചിരുന്നത്. ബസറ എന്ന് പറഞ്ഞാൽ അവിടെ ഭരിച്ചിരുന്നത് സാസാനിയൻ പേർഷ്യൻ കിരാത വാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനോട് യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങളെയാണ് പ്രവാചകൻ പുകഴ്ത്തിയത് എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത്.